കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ അത്ഭുത കഥകൾ പരമഭക്തന്മാരിൽ നിന്ന് ശ്രവിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പുണ്യമാണ്. കാരണം ഭഗവത് ഭക്തന്മാരിൽ നിന്ന് ശ്രവിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പുണ്യം തന്നെയാണ്, സംശയം വേണ്ട. അങ്ങനെ ഭഗവാന്റെ ഭക്തന്മാരെ ചാനലിലൂടെ പരിചയപ്പെടുത്തുകയും അവരുടെ വാക്കിലൂടെ നമുക്ക് ഭഗവാനെക്കുറിച്ചും അനുഭവ കഥകളും നമ്മൾ അറിയുകയും ചെയ്യുകയാണ് ഈ ചാനലിലൂടെ ചെയ്തു വരുന്നത്. ഇന്ന് ഭഗവാന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് പോത്തങ്കോട് ചിന്താലയ ആശ്രമത്തിൽ ഉത്സവം നടക്കുകയാണ്. ഉത്സവവുമായി ബന്ധപ്പെട്ട് പല ഭക്തന്മാരെയും ഇവിടെ വച്ച് നമുക്ക് കാണാൻ ഇടവന്നു. കോളിയൂർ അനിൽ, അദ്ദേഹം സ്വാമിയുടെ പരമഭക്തനാണ്. ശരിക്ക് സന്യാസ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുമാണ്. അദ്ദേഹമാണ് നമുക്കിന്ന് അതിഥിയായി വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഇപ്പോൾ ഭഗവാന്റെ കാര്യങ്ങൾ ബാക്കിയുള്ള ഭക്തർക്ക് അങ്ങ് ഈ വഴി സഞ്ചരിക്കുന്ന ആളും കൂടിയാണ്. അതുകൊണ്ട് കുറച്ച് അങ്ങയുടെ വാക്കുകൾ ഒരുപാട് ഉപകാരപ്രദമായി തീരും മറ്റ് ഭക്തന്മാർക്ക്. അപ്പോൾ അങ്ങ് ഭക്തർക്ക് വേണ്ടി സംസാരിക്കാം. എല്ലാ ഭക്തജനങ്ങൾക്കും ആ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തെ നമസ്കരിക്കാനും അദ്ദേഹത്തെ സ്മരിക്കാനും കഴിയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. അദ്ദേഹം നമുക്ക് തുറന്നു തന്നത് തിരുവനന്തപുരത്ത് ചട്ടമ്പി സ്വാമിക്കും നാരായണ ഗുരുവിനും ശേഷം അദ്വൈത തത്വത്തെ, ആത്മതത്വത്തെ വളരെ ശ്രേഷ്ഠമായി പ്രകാശിപ്പിച്ച ഒരു മഹാനുഭാവനാണ്. ആലയിൽ നിന്ന് ആലയിലെ ഇരുമ്പ് പഴുത്ത് ആ പഴുത്ത ഇരുമ്പ് കൂടം കൊണ്ട് അടിക്കുമ്പോൾ അത് എങ്ങനെ വളരെ മയമായി മാറുന്നത് പോലെ ഏറ്റവും കഠിന ഹൃദയൻ്റെ ഉള്ളിലെ അജ്ഞാനത്തെ പോലും ജ്ഞാനമാകുന്ന പ്രകാശം കൊണ്ട് ജ്ഞാനസ്വരൂപമായിരുന്ന ഭഗവാൻ, ആ ദേവൻ മാറ്റി സർവരെയും അനുഗ്രഹിച്ച് ഇരുന്ന ഒരു പുണ്യ സങ്കേതമാണ് ഇത്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് അറിയാൻ കഴിയും. സ്വാമിജി സത്സംഗത്തിലൂടെ ആ മഹാനുഭാവൻ്റെ വൈഭവങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെയാണ് സ്വാമിയെ കാണാനും പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നേടാനും അദ്ദേഹവുമായി സംഭാഷണം നടത്താനും ഒക്കെ ഗുരുകൃപയില്ലാതെ ഈ പ്രപഞ്ചത്തിൽ ആർക്കും ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയില്ല. ഗുരു എന്ന തത്വം അത് ശ്രീകൃഷ്ണൻ ഭാഗവതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. സർവ്വലോക ഗുരുവായിരിക്കുന്ന ശ്രീകൃഷ്ണൻ പോലും സാന്ദീപനി എന്ന തൻ്റെ ഗുരുനാഥത്തിൽ നിന്ന്
സർവവിദ്യയും അഭ്യസിച്ച് സർവേശ്വരനായി മാറി എന്ന് ഭാഗവതത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. കാരണം ശ്രീകൃഷ്ണൻ സർവലോക ഗുരുവായിരുന്നിട്ട് കൂടി നിങ്ങൾക്കും ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ സർവേശ്വരത്വത്തെ പ്രാപിക്കാൻ കഴിയൂ, സർവലോകഹിതകാരനായ മഹാത്മാവായി ഇരിക്കാൻ കഴിയൂ എന്ന് ആ ഗുരു നമുക്ക് കാണിച്ചു തരികയാണ്. അത്തരത്തിലിരുന്ന ഒരു വലിയ മഹാത്മാവാണ്. അദ്ദേഹത്തിൽ നിന്ന് ജ്ഞാനപ്രകാശത്തെ സ്വീകരിച്ചവരെല്ലാം ഇന്ന് സൂര്യസമപ്രഭനായി സൂര്യനെ പോലെ തിളങ്ങി നിൽക്കുകയാണ്. ആ ഒരു അനുഗ്രഹം അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. ആ വൈഭവം നമ്മളിലേക്ക് എത്തണം. നമ്മളും ആ ഈശ്വര സ്വരൂപികളായി മാറണം. ഞാനെന്ന് പറയുന്നത് ഈശ്വരനാണ് എന്ന ബോധം ഏത് ഗുരു നമുക്ക് കാണിച്ചു തരുന്നോ ആ ഗുരു നമ്മെ ഇനി മരണമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക. ഈ മരണമില്ലാത്ത അവസ്ഥയിൽ എത്തണമെങ്കിൽ നമ്മളുടെ സകല അസത്തുക്കളായിട്ടുള്ള ചിന്തകളും പോയി സത്തായ വസ്തു മാത്രമാണ് എൻ്റെ ഉള്ളിൽ ഉള്ളത് എന്ന സദ്ബോധത്തിലേക്ക് ഉണർന്ന് ആ സദ്ബോധത്തിലിരുന്ന് സർവരെയും ഏകമായി കാണുവാനുള്ള ഒരു ഭാവം, ആ ഭാവം നമുക്ക് കാണിച്ചു തന്ന മഹാത്മാവാണ് ചിന്താലയേശൻ. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പല ചിന്തകളിലും പല ആഗ്രഹങ്ങളിലും പല ദുഃഖങ്ങളിലും പല ദുരിതങ്ങളിലും പെട്ട് അതിനെയെല്ലാം അതിജീവിക്കാനുള്ള, അതിനെയെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു കരുണ കടലായി, ഒരു വലിയ സാഗരമായി ഭക്തജനങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തി. ജ്ഞാനം വേണ്ട വ്യക്തികൾക്ക് ജ്ഞാനം നൽകി, അഷ്ട ഐശ്വര്യങ്ങൾ വേണ്ടവർക്ക് അഷ്ട ഐശ്വര്യങ്ങൾ നൽകി, ജീവിക്കാൻ വേണ്ടിയുള്ള സർവ്വസന്നാഹങ്ങളും അദ്ദേഹം സകല ഭക്തർക്കും നൽകി. അദ്ദേഹം ഓരോ വ്യക്തിയെയും തിരിച്ചറിഞ്ഞു. എങ്ങനെ? വരുന്നവർ ജ്ഞാനത്തിന് വേണ്ടി വരുന്നവർക്ക് ജ്ഞാനപാത്രത്തിലെ ഭിക്ഷ അദ്ദേഹം നൽകി, ധനത്തിന് വേണ്ടി വരുന്നവർക്ക് ധനപാത്രത്തിലെ ഭിക്ഷ അദ്ദേഹം നൽകി, രോഗശയ്യയിൽ വരുന്നവർക്ക് ഔഷധ ഭിക്ഷ നൽകി അവരെ രോഗത്തിൽ നിന്ന് മുക്തനാക്കി. ഇത്തരത്തിലുള്ള ഒരു മഹാത്മാവ് തിരുവനന്തപുരത്ത് ജീവിച്ചു എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ്. അദ്ദേഹത്തിൻ്റെ വൈഭവം തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ലോകം മുഴുവനും മുഴങ്ങി കേൾക്കേണ്ട, ലോകത്തിലെ എല്ലാവരുടെയും ചെവികളിൽ അദ്ദേഹത്തിൻ്റെ വൈഭവവും ആനന്ദകരമായ അനുഭവവും അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് നേടിയ അനുഭവവും എത്തിച്ചേരേണ്ടത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ഭക്തനും അദ്ദേഹത്തിൻ്റെ വൈഭവം നാട് നീളെ ആരും ഇതാര് എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാതെ നമ്മൾ പറഞ്ഞ് ലോകത്തിൻ്റെ മുന്നിൽ എത്തിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ആ ഗുരുവിൽ നിന്ന് നേടിയ ഐശ്വര്യത്തിന്, അനുഗ്രഹത്തിന് നമ്മൾ ഗുരുവിനോട് ചെയ്യുന്ന ഉപകാരമായി മാറുകയുള്ളൂ. ഗുരു ഉപകാരം, സേവനം ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല. ഗുരു ഒരു ആഗ്രഹവുമില്ലാതെയാണ് നമുക്ക് വേണ്ടത് നമുക്ക് തരുന്നത്. നമ്മൾ സ്വീകരിച്ചാൽ ഇരട്ടി ഗുരുവിന് കൊടുക്കണം. എന്താ കൊടുക്കേണ്ടത്? ഗുരുവിൻ്റെ അനുഗ്രഹം നേടിക്കഴിഞ്ഞാൽ ഗുരു ചെയ്ത വൈഭവത്തെ നിങ്ങൾ വിളംബരം ചെയ്യണം. എങ്ങനെ? അദ്ദേഹം ഒരു ആത്മസ്വരൂപിയായി, സർവേശ്വരനായി, സർവകലകളും പ്രാപിച്ചവനായി, സർവ അനുഗ്രഹദായകനായി ഇരുന്നു എന്ന് നിങ്ങളുടെ കൂടെ നടക്കുന്നവരെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ആ ഗുരുതത്വം പൂർണ്ണമാവുകയുള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഇന്ന് അനേക ഗുരുക്കന്മാർ, ഭാരതം ഗുരുപരമ്പരയുടെ ഒരു വൈശിഷ്ട്യമായ നാടാണ്. ഇവിടെ ഓരോ ഗുരുവിനെയും അറിയപ്പെടുന്നത് ഓരോ ശിഷ്യന്മാരുടെ പരമ്പരയിലൂടെയാണ്. ശിവാനന്ദ പരമഹംസനെ അല്ലെങ്കിൽ ശിവാനന്ദ സരസ്വതിയെ അറിയപ്പെടുന്നത് ചിന്മയാനന്ദ സ്വാമിയിലൂടെയാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസരെ അറിയപ്പെടുന്നത് വിവേകാനന്ദനിലൂടെയാണ്. ഇവിടെ ചട്ടമ്പി സ്വാമിയെ അറിയുന്നത് തീർത്ഥപാദ സ്വാമികളിലൂടെയാണ്.
നാരായണ ഗുരുവിനെ അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളിലൂടെയാണ്. ചിദാലയേശൻ എന്ന ആ വിശ്വസ്വരൂപനായിരുന്ന വിരാട് വിശ്വബ്രഹ്മണേ നമ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ വിശ്വബ്രഹ്മ സ്വരൂപമായ വിരാട് വിശ്വബ്രഹ്മം, വിരാട് എന്നാൽ സർവ്വലോകത്തും നിറഞ്ഞു നിൽക്കുന്ന, സർവ്വതിൽ നിറഞ്ഞു നിൽക്കുന്ന ആ പരമതത്വത്തെ, ആ പരമേശ്വരനെ നാം നമിച്ച് ആ പരമേശ്വര തത്വത്തെ അറിഞ്ഞ് ആ പരമേശ്വര തത്വത്തെ പ്രാപിക്കുമ്പോൾ ആ പ്രാപിക്കുന്ന എൻ്റെ ഉള്ളിലിരിക്കുന്ന ശിവോ അഹം എന്ന അഹം ബ്രഹ്മാസ്മി എന്ന അകത്തിരിക്കുന്ന ബ്രഹ്മചൈതന്യം അത് ആ ചിന്താലയേശനാണ് എന്ന ബോധ്യത്തിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ വൈഭവം, വൈശിഷ്ട്യം, അദ്ദേഹത്തിൻ്റെ ജ്ഞാനം സർവ്വരിലേക്കും എത്തിക്കാനുള്ള ഒരു കടമയുണ്ട്. ആ കടമ നമ്മൾ നിർവഹിക്കുക തന്നെ വേണം. ഇന്ന് ഇവിടെ 91-ാം പിറന്നാൾ ദിനത്തിൽ നമ്മളെ ആ ഗുരു അനുഗ്രഹിച്ച് വിളിച്ച് ഇവിടെ ഇരുത്തിയതാണ്. നമ്മളിലൊരു വൈശിഷ്ട്യവും വൈഭവവും ഇല്ല. നമ്മളിൽ എന്തെങ്കിലും വൈശിഷ്ട്യമോ വൈഭവമോ ഉള്ളതായി നിങ്ങൾ കാണുന്നുവെങ്കിൽ, ഞാൻ കാണുന്നുവെങ്കിൽ, അത് എനിക്ക് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ അനേക വർഷം എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് സത്സംഗത്തിൽ നിസ്വാർത്ഥനായി നിഷ്കർമ്മങ്ങൾ എല്ലാം കർമ്മരഹിതനായി അവിടെ ഗുരുവിൻ്റെ അടുത്ത് ഇരിക്കാൻ കഴിയും. ഗുരു നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ ശരീരത്തെ അല്ല നിങ്ങൾ കാണേണ്ടത്, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ. അദ്ദേഹം ഇവിടെ വരുന്ന ഭക്തരോടെല്ലാം പറയുന്നു, ഞാൻ ഇങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്, എൻ്റെ അടുത്ത് വന്നാൽ നിങ്ങൾക്ക് എന്ത് നേടാനാണ്? എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യം. എന്താ അങ്ങനെ ചോദിക്കുന്നത്? എൻ്റെ അടുത്ത് വരുന്നത് നിങ്ങൾ ആ ജ്ഞാനത്തെ നേടാനായിരിക്കണം. ആ ജ്ഞാനം മാത്രമേ എന്നിൽ അവശേഷിക്കുന്നുള്ളൂ. ആ ജ്ഞാനസ്വരൂപിയായിരിക്കുന്ന എന്നിൽ നിന്ന് ആ സർവേശ്വര ജ്ഞാനം, സർവജ്ഞത്വ ജ്ഞാനം, നമ്മുടെ പ്രാർത്ഥനയിൽ പറയും സർവജ്ഞത്വം പ്രസീതമേ എന്ന് പറയും. സർവജ്ഞാനങ്ങളും എന്നിൽ വിളങ്ങട്ടെ. എന്നിൽ വിളങ്ങേണ്ട ആ ജ്ഞാനം, എന്നിൽ വിളങ്ങേണ്ട ഐശ്വര്യം, എന്നിൽ വിളങ്ങേണ്ട വൈഭവം, അത് ഗുരു നമുക്ക് തരുവാൻ സന്നദ്ധനായിരിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രാപ്തനാണോ അല്ലയോ എന്ന് ഗുരുവിന് വരുമ്പോൾ തന്നെ അറിയാം. അദ്ദേഹം അത്തരത്തിൽ വൈഭവമുള്ളവരെല്ലാം ജ്ഞാന യോഗത്തിലേക്ക് അനുഗ്രഹിച്ച് ഇനി മരണമില്ലാത്ത, ഇനി ജനനമില്ലാത്ത ആ അവസ്ഥയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. ഇത്തരത്തിലുള്ള ഒരു ഗുരുവിനെ നമുക്ക് എവിടെ കിട്ടും? എങ്ങനെയാണ് ആ ഗുരുവിനെ നമ്മൾ മറക്കുന്നത്? ആ ഗുരുവിനെ സദാ സ്മരിച്ചു കൊണ്ടിരിക്കണം. പഞ്ചാബികളെല്ലാം പറയുന്നത് ഗുരുദ്വാര എന്നാണ് പറയുന്നത്. പഞ്ചാബിൽ സിഖുകാരുടെ പ്രാർത്ഥനാ സ്ഥലങ്ങൾ ഗുരുദ്വാര. ഗുരുവിലൂടെ മാത്രമേ അത് പ്രാപിക്കാൻ കഴിയൂ എന്ന ആ തത്വത്തെ എന്ത് മഹനീയമായ നിലയിൽ, മഹത്തരമായ നിലയിൽ ഗുരു നമുക്ക് കാണിച്ചു തന്നു. അത് നമുക്ക് ലഭിച്ച എത്രയോ ജന്മങ്ങളായി നമുക്ക് ലഭിച്ച പുണ്യം. ആ പുണ്യം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഉപയോഗപ്പെടുത്തി നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ പരമ്പരയും ലോകവും എല്ലാം ഭാരത സനാതന ധർമ്മത്തിൻ്റെ ആണിക്കല്ലായ ജ്ഞാനവിദ്യയിലൂടെ, ബ്രഹ്മവിദ്യയിലൂടെ അഷ്ട ഐശ്വര്യങ്ങളും നേടി, അഷ്ടസിദ്ധികളും നേടി ഉത്തമമായ ഔന്നത്യ പദവിയിലേക്ക് വരണം. അതിനു വേണ്ടിയാണ് എല്ലാ സിദ്ധികളും നേടിയ മഹാത്മാക്കൾ ഓരോ സ്ഥലങ്ങളിലിരുന്ന് ഇത്തരത്തിൽ നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. അതിനുള്ള ഒരു ഭാഗ്യം ഇവിടെ ഈ പോത്തങ്കോട് വരുമ്പോൾ, ഈ പോത്തങ്കോടിലെ സ്വാമിയുടെ സന്നിധിയിലെത്തുമ്പോൾ ഈ പ്രദേശത്തിലുള്ളവർക്കുണ്ടായി. കള്ളിക്കാട് പോകുമ്പോൾ ആ പ്രദേശത്തിൽ ഉള്ളവർക്കുണ്ടായി. ചിദംബരത്ത് പോയാൽ ആ പ്രദേശത്തിലുള്ളവർക്ക്, നെയ്യാറ്റിൻകര പോയാൽ ആ ഉള്ളവർക്കുണ്ടായി. ആ പ്രദേശത്തിലുള്ള ജനങ്ങൾക്ക് മാത്രമല്ല, അവിടെ എത്തിയ സകല ഭക്തർക്കും ആ മഹനീയമായ ആ അറിവ് നില ഉണ്ടായി. അതൊരു വലിയ അത്ഭുതമാണ്, ഒരു അനുഗ്രഹമാണ്, ഗുരുവിൻ്റെ വൈശിഷ്ട്യമാണ്. ഇപ്പോൾ വളരെ വിശാലമായിട്ട് നല്ല വാക്കുകളിലൂടെ
ശരിക്ക് ഈശ്വര കാര്യങ്ങൾ നമ്മളെ ഭക്തർക്ക് വേണ്ടി സ്വാമി ഇത്രയും സമയം സംസാരിച്ചു. ഒരു പ്ലാനിങ്ങിലും വന്നതല്ല അദ്ദേഹം. ഇവിടെ വന്ന് ഈ ചാനലിലൂടെ 2 വാക്ക് പറയണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സംശയം വന്ന് ഇത്ര വാദം വരാതെ ഭഗവാനെക്കുറിച്ച് ഇത്രയും സമയം സംസാരിച്ച സ്വാമിക്ക് ഒന്നുകൂടെ ഭഗവാന്റെ നാമധേയത്തിൽ നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.